ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അമ്മമ്മ മരിച്ച വിഷമമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 6 ഡേയ്സ് ഞാൻ ബ്രേക്ക് എടുത്തേക്കാണ്. ജോലിയുടെ തിരക്ക് മൂലം നമ്മൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. അപ്പൊ ഇന്ന് കുറച്ച് ഇലയൊക്കെ അരച്ച് തലയിൽ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. വീടിന് ചുറ്റും കാണുന്ന കുറച്ച് ഇലകളൊക്കെ അരച്ചിട്ടാണ് നമ്മൾ ഇന്ന് തലയിൽ തേക്കാൻ പോകുന്നത്. ഇതാണ് രാമതുളസി ട്ടാ. ഇത് മുടിക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാ. മാതളം കണ്ടോ, ഇതെന്റെ വീട്ടിലുണ്ടായതാ. ഇത് റാഡിഷ്, ഇതൊക്കെ അച്ഛൻ്റെ ട്രെൻഡിങ് കൃഷികളാണ്. അപ്പോൾ ഹെയർ പാക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കറി ലീവ്സ്, മുരിങ്ങയില, തുളസി, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, പിന്നെ എൻ്റെ ഹെയർ ഓയിൽ. ഇത്രയും നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് തലയിൽ ചേർത്ത് പിടിപ്പിക്കുകയാണ്. ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണിത്. പ്യാരി എന്നാണ് ഇവളുടെ പേര്. ഫേസ് ഫ്രീ ആയിട്ടിരിക്കണ്ടേ അത്രയും സമയം. അപ്പം ഞാൻ വിചാരിച്ചു ആര്യവേപ്പില, തുളസി, പേരക്കൊമ്പിൻ്റെ ഇല ഇത്രയും അരച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് കണ്ണൊക്കെ എഴുതിയിരിക്കലേ സാഷ വന്ന് എൻ്റെ കൂടെ ഇരുന്നു. സാഷയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്നും അവൾക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല, വെറുതെ അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഫോക്സ് ടെയിലിൻ്റെ മാറ്റിഫൈൻ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കീയുടെ പ്ലഷ് പിങ്ക് ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. സോ അവസാനം ഞാൻ സാഷയ്ക്ക് ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് അവളെ സന്തോഷവതിയാക്കി. ചിരിക്കാൻ പറയുമ്പോൾ അവള് ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. സോ ഞാനൊരു കുറിയും കൂടെ വരച്ചു. പിന്നെ എൻ്റെ ബാക്കിയുള്ള ഡോഗ്സിനൊക്കെ ഓരോരോ പൊട്ട് വെച്ച് കൊടുക്കാൻ തോന്നി എനിക്ക്. പൊട്ടൊക്കെ തൊട്ട് എല്ലാവരും നല്ല സുന്ദരിമണികളായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.